ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മശോധന ചെയ്യുവാൻ ലഭിക്കുന്ന അവസരമാണ് നോമ്പുകാലം. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, എന്തിനാണ് നാം നോമ്പ് നോക്കുന്നതെന്ന്, അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നതെന്ന്. ആത്മീയ ശോഭ ലഭിക്കുവാനും ശാരീരികമായും മാനസികമായും ആയ തേജസ് ലഭിക്കുവാനും യേശുവിന്റെ പീഡാനുഭവങ്ങളും സഹനങ്ങളും കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കുവാനും നോമ്പുകാലം നമ്മെ സഹായിക്കുന്നു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവ് എന്നിൽ പുതുക്കണമേ. സങ്കീർത്തനം 51:10 ഈ വചനം നമുക്ക് കാണാപാഠമാണ്. എല്ലാ സൺഡേയിലും പ്രഭാത നമസ്കാരത്തിൽ വായിക്കാറുണ്ട് നമ്മൾ. എന്നാൽ നാം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാറുണ്ടോ? നോമ്പിന്റെ ഈ സമയത്ത് ദൈവത്തോട് യാചിക്കുക, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് പ്രദാനം ചെയ്യണമേ എന്ന്. ശാരീരിക നിർമ്മലത അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും നിർമ്മലത അഥവാ ശുദ്ധതയാണ്. ഒരു ദൈവ പൈതലിനെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മലമാക്കുന്ന ഏജന്റ് ദൈവവചനങ്ങളാണ്. എൻ്റെ കർത്താവ് നിർമ്മലനായതുകൊണ്ട് ഞാനും നിർമ്മലനായിരിക്കും എന്ന ഉറച്ച ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നാം എന്തിനാണ് ദിവസം കുളിക്കുകയും വസ്ത്രങ്ങൾ കഴുകുകയും ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലും വസ്ത്രങ്ങളിലും അടിഞ്ഞു കൂടിയ പൊടികളും നീക്കം ചെയ്യുവാനാണ്. അങ്ങനെ അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്താൽ അവിടുത്തെ തിരുരക്തത്താൽ പാപം ആക്കുന്ന അഴുക്കിനെ കഴുകിക്കളഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ നിർമ്മലം ആക്കാൻ നമുക്ക് സാധിക്കണം. നാം പലരോട് കൂട്ടുകൂടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരുടെ ഇടപെടലുകൾ നമ്മുടെ ചിന്താഗതിയെ, നമ്മുടെ വിശ്വാസത്തെ ഒക്കെ മാറ്റിക്കളഞ്ഞേക്കാം. എന്നാൽ ഹൃദയത്തിൽ വചനം നിറച്ചാൽ നമ്മളിൽ ഒരിക്കലും മാലിന്യം അടിഞ്ഞുകൂടില്ല. തിന്മയിൽ നിന്നും ദുഷിച്ച വഴികളിൽ നിന്നും വിമുക്തമായി വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഇടയാകണം. കുമ്പസാരത്തിലൂടെയും അനുതാപത്തിലൂടെയും ദാനധർമ്മങ്ങൾ ചെയ്തും ഈ നോമ്പുകാലം നമ്മെ നിർമ്മലർ ആക്കുവാൻ സഹായിക്കട്ടെ. നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. നാം വിതയ്ക്കുന്ന വിത്തുകൾ മണ്ണിനടിയിൽ കുറച്ചു നാളത്തേക്ക് യാതൊരു ചലനമില്ലാതെ മറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വരും കാലത്തേക്ക് പൂക്കാലത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് അത് മണ്ണിനടിയിൽ അനങ്ങാതെ കിടക്കുന്നത്. നമുക്കും ഈ നോമ്പുകാലത്തിൽ വരുന്ന നല്ല കാലത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ നന്മ ആകുന്ന വിത്ത് പാക്കി ഒരു വസന്തകാലത്തെ സൃഷ്ടിക്കാം. നമ്മുടെ മനോഭാവത്തിലും പ്രവർത്തികളിലും നമുക്ക് നിർമ്മലത കൈവരിക്കാം. ദൈവത്തെ ബഹുമാനിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും യേശുവിന്റെ ത്യാഗത്തെ സ്മരിച്ചുകൊണ്ടും അനുദിന ജീവിതത്തിൽ നിർമ്മലരായി നടപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നന്ദി.